നല്ല കുരുമുളകൊക്കെ ഇട്ടേ അങ്ങോട്ട് വരട്ടിയെടുത്ത കൂന്തലുണ്ടാക്കിയല്ലേ. സാധാരണ ഉണ്ടാക്കുന്ന റോസ്റ്റിന്നും കറിയുന്നൊക്കെ ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടേ അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 3 വലിയ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം നട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്തെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഉള്ളിയും സവാള എല്ലാം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ് പിന്നെ പെരിഞ്ചീരകം ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കണം കേട്ടോ. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി നല്ല പൊടിയായിട്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞ് ഒരു കുഴക്കുഴ പാകമായി വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലും പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാനായിട്ട്. ഈ കൂന്തലുണ്ടല്ലോ വട്ടത്തിലരിഞ്ഞാലും മതി. എനിക്കപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നാവോ എന്നുള്ളൊരു ഒരു തൊര. അതുകൊണ്ടാണ് ഞാൻ ഈ കൂന്തൽ ഇങ്ങനെ രണ്ടാക്കി മുറിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ മസാലയിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നേരെ അങ്ങനെ അടിച്ചു വെച്ചോ. ഈ കൂന്തൽ വേവാനുള്ള വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങി വന്നോളൂ കേട്ടോ. ആ വെള്ളം അങ്ങോട്ട് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ കൂന്തലും വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ കലാശക്കൊട്ടായിട്ടേ കുറച്ച് കറിവേപ്പിലയും ഗരം മസാലപ്പൊടിയും എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വരട്ടിയെടുത്ത കൂന്തലൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ശരിക്കും ഈ കൂന്തൽ മാത്രം മതി. പിന്നെ എൻ്റെ അടുത്ത് മീൻകറി മീൻ പൊരിച്ചൊക്കെ ഉണ്ടായ കാരണം അതൊക്കെ ഞാൻ എൻ്റെ സൈഡിൽ വെച്ചൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ.